നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേഷ്. സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന 101 കവിതകൾ അടങ്ങിയ സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ശക്തി എന്നാണ് ആ കവിതയുടെ പേര്. നമ്മുടെ ജീവിതത്തിൽ ഒരു ശക്തി അനിയന്ത്രിതമായ, കാണാനാവാത്ത, എങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഓരോ ചരാചരങ്ങളെയും കാത്തു സൂക്ഷിക്കുന്ന അജ്ഞാതമായ ഒരു ശക്തി. ആ ശക്തി നമ്മളിൽ ഉളവാക്കുന്ന തേജസ്, അല്ലെങ്കിൽ ആ ശക്തി നമ്മളിൽ ഉളവാക്കുന്ന മനോബലം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത് അനുഭവത്തിലൂടെ അനുഭവിച്ചു വേണം അറിയാൻ. നമ്മുടെ ഓരോ അനുഭവങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഓരോ പ്രതിബന്ധങ്ങൾ, ഇവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്ന, നമ്മുടെ മനസ്സിന് ആത്മബലം തരുന്ന ഒരു ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. എനിക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. പ്രവാസ ജീവിതകാലത്ത് എത്ര തവണയാണ് ഞാൻ ചിന്തിച്ചത്, ഈ ദേഹം വെടിഞ്ഞ് ഈ മണ്ണിൽ നിന്നും കടന്നു പോകാൻ. അതിനെല്ലാം പാത്രീഭൂതമായ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ നോക്കുമ്പോൾ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ ഒന്നും അല്ലാത്തതാവാം. നമ്മുടെ അനുഭവങ്ങളാണ് നമുക്ക് വലുത്, മറ്റുള്ളവരുടെ അനുഭവങ്ങളാണ് മറ്റുള്ളവർക്ക് വലുത്. പക്ഷേ അതിൽ നിന്നെല്ലാം ഭിന്നമായി ഉടലെടുക്കുന്ന ഓരോ അനുഭവങ്ങൾ, ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഈ കവിതയുടെ തുടക്കവും ഒടുക്കവും. ഖത്തറിലെ അനുഭവങ്ങൾ, 15 വർഷക്കാലത്തെ അനുഭവങ്ങൾ, UAE-യിലെ 10-12 വർഷത്തെ അനുഭവങ്ങൾ, അങ്ങനെ പല രാജ്യത്ത് ജോലി ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന വിവിധ തലത്തിലുള്ള അനുഭവങ്ങൾ. എൻ്റെ ജീവിതത്തിൻ്റെ വിജയരഹസ്യം എന്ന് ഞാൻ ചിന്തിക്കുന്നത്, ഒരു കാര്യവും ഞാൻ അറിയില്ല എന്ന് പറയില്ല. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് എന്നാണ് പറയുക. നമുക്ക് ശ്രമിക്കാം, നടന്നില്ലെങ്കിൽ വേണ്ട. നമ്മുടെ കഴിവ് എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ദൈവം തന്നൊരു കനിയാണ് നമ്മുടെ ജീവിതം. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് കടന്നു പോകുന്നതിന് നല്ലത് നമ്മൾ ശ്രമിക്കുക, പരിശ്രമിക്കുക. നമുക്ക് ചെയ്യാൻ തീരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ, നമ്മളിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ, അവയെ നമ്മൾ എങ്ങനെ സധൈര്യം നേരിടുന്നു എന്നിടത്താണ് നമ്മുടെ വിജയം. നമ്മളിൽ വിജയം കൊയ്യുമ്പോൾ നമുക്കൊരുപാട് അനുഭവ സമ്പത്തുണ്ടാകും. ആ അനുഭവ സമ്പത്താണ് ഇത്തരത്തിൽ ഒരു കവിത എഴുതാൻ എന്നെ പ്രേരിപ്പിച്ച ചെയ്ത വികാരം. എത്ര പറഞ്ഞാലും തീരാത്ത അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങൾ പറഞ്ഞു തീരണമെങ്കിൽ ഒരു മഹാകാവ്യം തന്നെ, അല്ലെങ്കിൽ ഒരു മഹാഭാരതം പോലെയുള്ളൊരു സൃഷ്ടി തന്നെ രചിക്കപ്പെടേണ്ടി വരും. അതിന് നിറയെ മഹത്വങ്ങൾ കൊട്ടിഘോഷിക്കാനല്ല, നമ്മൾ എങ്ങനെ അതിനെ നേരിട്ടു, എങ്ങനെ ഓരോന്നും നമ്മുടെ മുന്നിൽ കടന്നു വന്നു, നമ്മൾ അങ്ങനെ അതിനെയൊക്കെ തരണം ചെയ്ത് ജീവിതത്തിൻ്റെ മൂർധാവിൽ ഉമ്മവച്ചു. നമ്മളെ എങ്ങനെ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ ഈ കഴിഞ്ഞുപോയ കാലങ്ങളൊക്കെ എന്നിലുണ്ടാക്കിയ മാറ്റങ്ങൾ, എന്നിലുണ്ടാക്കിയ ചലനങ്ങൾ, അതെല്ലാം ഓർത്തെടുത്തുകൊണ്ടാണ് ഈ കവിതയുടെ ജനനവും. അതിലെ ഏതാനും വരികൾ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ചൊല്ലാം. ജനനവും മരണവും പുനർജന്മവും വൃത്താന്തങ്ങളിൽ തളയ്ക്കപ്പെട്ടില്ല. ജനനവും മരണവും പുനർജന്മവും വൃത്താന്തങ്ങളിൽ തളയ്ക്കപ്പെട്ടില്ല. കറങ്ങിത്തിരിയുന്ന
രാവുകേതുക്കൾ നമ്മെ ചക്രവലയത്തിനുള്ളിലാക്കുന്നു. കറങ്ങിത്തിരിയുന്ന രാവുകേതുക്കൾ നമ്മെ ചക്രവലയത്തിനുള്ളിലാക്കുന്നു. ഉണ്ണലും ഉറങ്ങലും മുറിയിലെ കാത്തുസൂക്ഷിപ്പിൻ്റെ തിരുശേഷിപ്പുകൾ. ഉണ്ണലും ഉറങ്ങലും മുറിയിലെ കാത്തുസൂക്ഷിപ്പിൻ്റെ തിരുശേഷിപ്പുകൾ. ജനനവും മരണവും പുനർജന്മവും വൃത്താന്തങ്ങളിൽ തളയ്ക്കപ്പെട്ടില്ല. തുടർന്നുള്ള ആലാപനവും അതിൻ്റെ ദൃശ്യാവിഷ്കാരവുമെല്ലാം നിങ്ങൾ കാണുമല്ലോ. ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം. ജനനവും മരണവും പുനർജന്മവും വൃത്താന്തങ്ങളിൽ തളയ്ക്കപ്പെട്ടില്ല. ജനനവും മരണവും പുനർജന്മവും വൃത്താന്തങ്ങളിൽ തളയ്ക്കപ്പെട്ടില്ല. കറങ്ങിത്തിരിയുന്ന രാഹുകേതുക്കൾ നമ്മെ ചക്രവലയത്തിനുള്ളിലാക്കുന്നു. കറങ്ങിത്തിരിയുന്ന രാഹുകേതുക്കൾ നമ്മെ ചക്രവലയത്തിനുള്ളിലാക്കുന്നു. ജനനവും മരണവും പുനർജന്മവും വൃത്താന്തങ്ങളിൽ തളയ്ക്കപ്പെട്ടില്ല. കറങ്ങിത്തിരിയുന്ന രാഹുകേതുക്കൾ നമ്മെ ചക്രവലയത്തിനുള്ളിലാക്കുന്നു. ഉണ്ണലും ഉറങ്ങലും മുറിയിലെ കാത്തുസൂക്ഷിപ്പിൻ്റെ തിരുശേഷിപ്പുകൾ. ഉണ്ണലും ഉറങ്ങലും മുറിയിലെ കാത്തുസൂക്ഷിപ്പിൻ്റെ തിരുശേഷിപ്പുകൾ. കർമ്മഫലവും കർമ്മശാലയും കർമ്മബന്ധത്തിൻ കൂട്ടുപിണഞ്ഞു. കർമ്മഫലവും കർമ്മശാലയും കർമ്മബന്ധത്തിൽ കൂട്ടുപിണഞ്ഞു. ശക്തിയായ ശക്തി സ്രോതസ്സായി പഞ്ചേന്ദ്രിയങ്ങളായി മാറുന്നു ഈ ശ്വാസത്തിൽ. ശക്തിയായി ശക്തി സ്രോതസ്സായി പഞ്ചേന്ദ്രിയങ്ങളായി മാറുന്നു ഈ ശ്വാസത്തിൽ. എങ്ങോ മറയേണ്ട ഓടപ്പൂക്കൾ പോലെ, എങ്ങോ മറയേണ്ട ഓടപ്പൂക്കൾ പോലെ ശക്തി എന്നിൽ കുടികൊള്ളുകയും ഒരു നാൾ. എങ്ങോ മറയേണ്ട ഓടപ്പൂക്കൾ പോലെ ശക്തി എന്നിൽ കുടികൊള്ളുകയും ഒരു നാൾ. ശക്തിതൻ ദേഹിയെ വിട്ട് ഓടിമറയുകയും ചെയ്യവേ, ശക്തിതൻ ദേഹിയെ വിട്ട് ഓടിമറയുകയും ചെയ്യവേ, ശക്തിതൻ മഹത്വം നാം അറിയുന്നു തുടർച്ചയായി. ജനനവും മരണവും പുനർജന്മവും വൃത്താന്തങ്ങളിൽ തളയ്ക്കപ്പെട്ടില്ല. ജനനവും മരണവും പുനർജന്മവും വൃത്താന്തങ്ങളിൽ തളയ്ക്കപ്പെട്ടില്ല. കറങ്ങിത്തിരിയുന്ന രാഹുകേതുക്കൾ, കറങ്ങിത്തിരിയുന്ന രാഹുകേതുക്കൾ നമ്മെ ചക്രവലയത്തിനുള്ളിലാക്കുന്നു. ഉണ്ണലും ഉറങ്ങലും മുറിയിലെ കാത്തുസൂക്ഷിപ്പിൻ്റെ തിരുശേഷിപ്പുകൾ. ഉണ്ണലും ഉറങ്ങലും മുറിയിലെ കാത്തുസൂക്ഷിപ്പിൻ്റെ തിരുശേഷിപ്പുകൾ. കർമ്മഫലവും കർമ്മശാലയും കർമ്മബന്ധത്തിൽ കൂട്ടുപിണഞ്ഞു. കർമ്മഫലവും കർമ്മശാലയും കർമ്മബന്ധത്തിൽ കൂട്ടുപിണഞ്ഞു. ശക്തിയായി ശക്തി സ്രോതസ്സായി പഞ്ചേന്ദ്രിയങ്ങളായി മാറുന്നു ഈ ശ്വാസത്തിൽ. ശക്തിയായി ശക്തി സ്രോതസ്സായി പഞ്ചേന്ദ്രിയങ്ങളായി മാറുന്നു ഈ ശ്വാസത്തിൽ. എങ്ങോ മറയേണ്ട ഓടപ്പൂക്കൾ പോലെ, എങ്ങോ മറയേണ്ട ഓടപ്പൂക്കൾ പോലെ ശക്തി എന്നിൽ കുടികൊള്ളുകയും ഒരു നാൾ. ശക്തിതൻ ദേഹിയെ വിട്ട് ഓടിമറയുകയും ചെയ്യവേ, ശക്തിതൻ ദേഹിയെ വിട്ട് ഓടിമറയുകയും ചെയ്യവേ, ശക്തിതൻ മഹത്വം നാം അറിയുന്നു തുടർച്ചയായി. ശക്തിതൻ മഹത്വം നാം അറിയുന്നു തുടർച്ചയായി. ജനനവും മരണവും പുനർജന്മവും വൃത്താന്തങ്ങളിൽ തളയ്ക്കപ്പെട്ടില്ല. കറങ്ങിത്തിരിയുന്ന രാഹുകേതുക്കൾ നമ്മെ ചക്രവലയത്തിനുള്ളിലാക്കുന്നു. ഉണ്ണലും ഉറങ്ങലും മുറിയിലെ
കാത്തു സൂക്ഷിപ്പിന്റെ തിരുശേഷിപ്പുകൾ. ഉണ്ണലും ഉറങ്ങലും മുറിയിലെ കാത്തു സൂക്ഷിപ്പിന്റെ തിരുശേഷിപ്പുകൾ. കർമ്മഫലവും കർമ്മശാലയും കർമ്മബന്ധത്തിൽ കൂട്ടുപിണഞ്ഞു. കർമ്മഫലവും കർമ്മശാലയും കർമ്മബന്ധത്തിൽ കൂട്ടുപിണഞ്ഞു. ജനനവും മരണവും പുനർജന്മവും വൃത്താന്തങ്ങളിൽ തളയ്ക്കപ്പെട്ടില്ല. കറങ്ങിത്തിരിയുന്ന രാഹുകേതുക്കൾ നമ്മെ ചക്രവലയത്തിനുള്ളിലാക്കുന്നു. നമ്മെ ചക്രവലയത്തിനുള്ളിലാക്കുന്നു. നമ്മെ ചക്രവലയത്തിനുള്ളിലാക്കുന്നു.